ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു കോഴിമുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് വാനില പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ ഒന്ന് പൊങ്ങി വരുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പൊങ്ങി വന്നിട്ടുള്ള ബാറ്ററിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചു കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് മാത്രം ചേർക്കണതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കളറ് കുറവുണ്ടാവും. അപ്പോൾ അതിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കൊക്കോ പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡർ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുകയാണെങ്കിൽ നമുക്ക് മൈദയിൽ തന്നെ അരിച്ചു കൊടുക്കാം. കോഫി പൗഡർ ആണെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ബാറ്റർ പകുതി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഓറിയോയും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് അതിൽ മൈദ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കേക്ക് പെട്ടെന്ന് വിട്ടു പോരാനായിട്ട്. ഇനിയിപ്പോൾ അത് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസിലാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു തട്ട് വെച്ച് അതിൽ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് കനം വെച്ച് കൊടുത്തിട്ട് ഇതൊരു 15 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.